ഹാപ്പി വിഷു. എല്ലാവർക്കും വിഷു ആശംസകൾ. ഈ വിഷു ഞങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യൽ ആണ്. എന്തിനാന്ന് ആലോചിക്കുകയാണോ? എല്ലാ വർഷവും അമ്മയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഷോപ്പിങ്ങിന് പോയി കണി ഒരുക്കുന്നതൊക്കെ. പക്ഷെ ആദ്യമായിട്ട് ഷോപ്പിംഗ് തൊട്ട് കണിയൊരുക്കി കണി കാണുന്നവരെ ഞങ്ങളാ ഇതെല്ലാം ചെയ്ത്. സോ അതുകൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇപ്പൊ ഇതെല്ലാം ഇങ്ങനെ ചെയ്തെന്ന് കാണണോ? കം ലെറ്റ്സ് ഗോ. ആദ്യം കണിക്കൊന്നയ്ക്ക് വേണ്ടി കൊറേ കറങ്ങി. ലാസ്റ്റ് കിട്ടി, പക്ഷേ അത് ഒത്തിരി മേളിലോട്ടായിരുന്നു. സോ ഭിത്തിയിൽ കയറി ഒക്കുന്നത്രയും ഞാൻ പറിച്ചെടുത്തു. കിട്ടി ഫൈനലി. ഇനി കുറച്ച് വെയില് തന്നിട്ട് കണിക്ക് വെക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ ലുല്ലു മോളിൽ പോയി. കൊറേ ആലോചിച്ച് നല്ല സ്വർണ്ണ നിറത്തിലുള്ള വെള്ളരിക്കം നോക്കിയെടുത്ത്. പിന്നെ നല്ല പഴുക്കാരായ കടച്ചക്ക എടുത്തു. പിന്നെ ഒരു നല്ല ചക്കയും മത്തങ്ങയും നോക്കിയെടുത്ത്. ഇനി ഫ്രൂട്ട്സിലാണെങ്കിൽ വീഡിയോയിൽ കാണാൻ നല്ല കളറുള്ള ആപ്പിൾസ് എടുത്തു. ഇനി ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം എടുത്തോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തോണ്ട് ബില്ലടിച്ച് പുറത്തിറങ്ങി. അടുത്ത നമ്മുടെ ഇമ്പോർട്ടന്റ് കൃഷ്ണനെ മേടിക്കാൻ വേണ്ടി പോവുക. വീട്ടിൽ ഓൾറെഡി ഒരു കൃഷ്ണനുണ്ട്. പക്ഷെ എന്തോ ഈ പ്രാവശ്യം വലിയ കൃഷ്ണൻ വേണമെന്ന് പറഞ്ഞ് പുതിയത് മേടിക്കാൻ ഇറങ്ങി. ഈ കൃഷ്ണന്റെ ഹൈറ്റ് ഒക്കെയാണ്, പക്ഷെ കളർ ഇനി ലൈറ്റ് ബ്ലൂ ആയാൽ കൊള്ളായിരുന്നു. അതുകൊണ്ട് വേറെ കടയില് കൃഷ്ണനെ തെരഞ്ഞു പോയി. ചേച്ചി പറഞ്ഞതുപോലെ ഇവിടെ കുറെ ലൈറ്റ് ബ്ലൂ കൃഷ്ണന്മാരുണ്ട്. അതിന്റെ ഫേസ് കുറച്ചും കൂടി ക്യൂട്ടായിരുന്ന കൊള്ളാന്ന് തോന്നി. ഇനി ആ കടയിൽ തന്നെ കുറെ കറങ്ങിയിട്ട് നല്ല ഐശ്വര്യമുള്ള കൃഷ്ണനെ കിട്ടി. അതിൽ ലൈറ്റ് ബ്ലൂ കളറും ഉണ്ട് ആൻഡ് നല്ല ക്യൂട്ട് ആയിട്ടുള്ളത് കൊണ്ട് പാക്ക് ചെയ്യാൻ പറഞ്ഞു. ഇതാണ് ഞങ്ങൾ ഫൈനൽ ആയിട്ട് സെലക്ട് ചെയ്ത കൃഷ്ണൻ. ഇനി വീട്ടിൽ വന്ന് കുളിച്ചൊരുങ്ങി ഞാൻ ബാക്ക്ഡ്രോപ്പ് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആര്യ വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തു വെക്കുമായിരുന്നു. എല്ലാം മേടിച്ചല്ലോ, പിന്നെ അതെന്തേ? ചേച്ചി മുണ്ടും കണ്ണാടി എവിടെയാ? അകത്തുണ്ടെന്ന് തോന്നുന്നു, പോയി എടുക്ക്. അകത്തോ? അമ്മ മുണ്ടും കണ്ണാടി ഇങ്ങ് എടുക്കുവോ? അകത്ത് പോയി എടുക്കാനും ഇവക്ക് മടിയാ. മടിച്ച്. ബാക്ക്ഗ്രൗണ്ട് ഡെക്കറേഷൻ കഴിഞ്ഞു. പിന്നെ എല്ലാ സാധനങ്ങളും കിട്ടി. ഇനി നമുക്ക് ടേബിൾ കൊണ്ടുവച്ച് കണി ഒരുക്കൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒരു മഞ്ഞ ക്ലോത്ത് ഇട്ട് നമ്മുടെ കുഞ്ഞു കൃഷ്ണനെ വെക്കുക. കൃഷ്ണനെ കൊണ്ട് വെച്ചപ്പോ തന്നെ സ്ഥലം മൊത്തം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞങ്ങളുടെ അടുത്ത് വലിയ ഉരുളി ഇല്ലാത്തത് കൊണ്ട് സാധാ ഒരു ബേസിലാണ് വെക്കുന്നത്. ആദ്യം കുറച്ച് അരി ഇട്ട് അതിനെ വൃത്തിക്ക് ലെവലാക്കി. പിന്നെ ചേച്ചി പറിച്ചോണ്ട് വന്ന കുറച്ച് കൊന്നപ്പൂ, അതിന് മുന്നിലായിട്ട് സ്വർണ്ണ നിറത്തിലുള്ള വെള്ളരിക്ക, പിന്നെ ഒരു ചക്കയും കടച്ചക്കയും വെച്ചിട്ട് മുന്നിൽ കുറച്ച് നെല്ല്, ഒരു മത്തങ്ങ, പഴം, പിന്നെ കുറച്ച് ഗ്രേപ്സ്. പിന്നെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ആപ്പിൾസ് ആൻഡ് മാങ്ങേനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. പിന്നെ രണ്ട് സൈഡിലുമായിട്ട് മുറിച്ച് തേങ്ങ വെച്ച്, പിന്നെ കൃഷ്ണന്റെ താഴെയായിട്ട് ഒരു വാൾക്കണ്ണാടിയും വെച്ചു കൊടുത്തു. പിന്നെ തേങ്ങ മുറിയില് കുറച്ച് കോയിൻസ് ഇട്ട്. വീഡിയോന് വേണ്ടി കളറുള്ള ആപ്പിൾസ് നോക്കി മേടിച്ചത് ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കൃഷ്ണൻ ഒരു നല്ല മുല്ലപ്പൂവിന്റെ മാല ചേർത്തിടുക. കിണ്ടിയില് വെള്ളം, പറ, പിന്നെ കുറച്ച് കോയിൻസ്. ഇനി മുണ്ടും തോർത്തും കൈനീട്ടം കൊടുക്കാനുള്ള പൈസ. അയ്യോ, സ്വർണം മറന്നുപോയി. ഇനി ഭഗവത്ഗീത, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും വെച്ചു. വാഴയില നല്ല റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് വീട്ടിലുള്ള കുറച്ച് ധാന്യങ്ങൾ വെച്ച്. ഇനി ടേബിൾ കാണാൻ കുറച്ച് എംപ്റ്റി ആയിട്ടുണ്ടെന്ന് ചുറ്റും പൂകൾ വെച്ച്. കഴിഞ്ഞ ചേച്ചി. ഇപ്പൊ തന്നെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നാളെ രാവിലെ കാണാൻ എത്ര ഭംഗിയാണോ? ആദ്യം അമ്മ എണീറ്റ് കണ്ണടച്ചോണ്ട് വന്ന് കണി കണ്ടിട്ട് കുളിച്ചൊരുങ്ങി വന്ന് വിളക്കെല്ലാം കത്തിച്ച് നാമം ചൊല്ലിട്ട് എന്നെയും ചേച്ചിയെ എണീപ്പിച്ചു. ഞങ്ങളും കണി കണ്ട്. ഇന്നലെ മിസ്സായ ഒരു സാധനം ഇപ്പൊ ഇവിടെ ഉണ്ട്. മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യണേ. ഇനി ഞങ്ങളും കുളിച്ചൊരുങ്ങി കുറച്ച് പായസം ഉണ്ടാക്കി വിളക്കിന്റെ അടുത്ത് വെച്ച്. ഞങ്ങളുടെ കുഞ്ഞു കണി കാണാൻ എങ്ങനെയുണ്ട്? എല്ലായിടത്തും കറങ്ങി ഭിത്തിയെ കയറി പൂവ് പറിച്ച് കുറച്ച് ബുദ്ധിമുട്ടാന്ന് തോന്നി. പക്ഷേ കൃഷ്ണനെ ഇങ്ങനെ കണ്ടപ്പോ അതെല്ലാം പോയി. വിഷുവിനെ ഈ കണി മാത്രമല്ലാതെ കൈനീറ്റും എന്റെ ഫേവറേറ്റ് ആണ് ചേച്ചി. ഞാൻ ചേച്ചിയൊക്കെ ആളേതല്ലേ, അപ്പൊ എനിക്ക് കൂടുതൽ പൈസ കിട്ടും. അവനെ വേണ്ട ഓവറാക്ഷൻ തുടങ്ങി നോക്ക്. വാ ചേച്ചി, നമുക്കും പോവാം. ഇനി ഞങ്ങൾ എല്ലാരും അമ്മയുടെ കാല് തൊടുത്തെഴുത് കൈനീട്ടം മേടിച്ച്. നെക്സ്റ്റ് എല്ലാരും എന്റെ കാലിൽ വീഴും. ഇതാണ് എന്റെ ഫേവറേറ്റ് പാർട്ട്. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ ഇവരെന്റെ കാലിൽ തൊട്ടു തൊഴുന്നേ. ഇനി അണ്ണനെ കുറിച്ച് അറിയാമല്ലോ. കയ്യിലുള്ള പൈസ മുഴുവനും എണ്ണി റേൻഷ് ഒരു 10 രൂപ കൊടുത്ത്. പക്ഷെ ഞാൻ കാല് തൊട്ടപ്പോ കൈനീട്ടമായിട്ട് എനിക്കൊരു 300 രൂപ തന്ന്. ഇനി എന്റെ കാലെ തൊട്ട് തൊഴാൻ ആകെയുള്ള ഒരേ ഒരു അനിയൻ. നിക്കടാ, കുറച്ചേരം കൂടി തൊട്ട് തൊഴടാ, നിക്കടാ. ഹാപ്പി വിഷു.
ഇനി കൊറേ കാലം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും ഇരുന്ന് പായസം കഴിച്ചോണ്ട് കൊറേ വർത്താനം പറഞ്ഞു. ആർക്ക് പടക്കം കൂടുതൽ കിട്ടുമെന്ന് നോക്കാം. ഡാ എനിക്ക് താടാ, ഡാ അതെന്റെയാ, എനിക്ക് താടാ, എന്റെയാ എന്റെയാ. എനിക്ക് ഒരെണ്ണം തരിഞ്ഞടാ. അവന്റെ അടുത്തൊന്നും മേടിച്ചോ ചേച്ചി. നീയെങ്കിലും താടാ. വേണ്ട. എന്നാ ഒരെണ്ണം എടുത്തോ, എന്നാ ഈ ഒരെണ്ണം എടുത്തോ. ഇനി പാവാന്ന് പറഞ്ഞ് ചേച്ചിക്ക് ഒരു 2 പടക്കം കൊടുത്ത് ഞങ്ങൾ എല്ലാരും എൻജോയ് ചെയ്ത്. ഇനി റേയാൻസിന്റെ സന്തോഷത്തിനെ കുറിച്ചാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ഇനി കുറെ ഫോട്ടോസും എടുത്തു. ഞങ്ങൾ ഇന്നത്തെ ഈ വിഷു ഒരുപാട് എൻജോയ് ചെയ്തു. നിങ്ങളുടെ സപ്പോർട്ട് കാരണം ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. ആൻഡ് നിങ്ങൾക്ക് കൈനീട്ട തരിക കിട്ടിയെന്ന് കമന്റ്സിൽ പറയണേ. ആൻഡ് ഫൈനലി ഹാപ്പി വിഷു.